പറയുന്നത് ഇത്രയും റിപ്പോർട്ട് മാത്രം മതിയോ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ? സെഡേറ്റീവ് ആയാലും ആൽക്കഹോൾ തന്നെ ഉണ്ടെങ്കിൽ അതൊരു ഡിപ്രസന്റ് ആണ്. സെഡേറ്റീവ്സും ഡിപ്രസന്റ് ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിപ്രസൻസ് ആണ്. പെസ്റ്റിസൈഡ്സ് ഉണ്ടെങ്കിൽ അതിനും ന്യൂറോളജിക്കൽ ഇഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഒരു അഡിറ്റീവ് ഇഫക്റ്റ് ആവാം ഒരു പക്ഷേ കോസ് ഓഫ് ഡെത്ത്. അതാണ് ചോദ്യം. ഡോക്ടർ രാമൻകുട്ടി, തുടക്കത്തിൽ അങ്ങ് ആ സെഡേറ്റീവിനെ വിട്ടുകളഞ്ഞത് ഇതിപ്പോ ഒരു ഡബിൾ ഇമ്പാക്ട് വരാം ഈ സെഡേറ്റീവും കൂടെ വരുമ്പോ എന്ന് പറയുന്നത് മരണത്തിലേക്ക് കുറച്ചുകൂടി അടുത്ത് കാണില്ലേ സെഡേറ്റീവ് അങ്ങനെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ? സെഡേറ്റീവ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് കെമിക്കൽ അനാലിസിൽ അവർ കണ്ടുപിടിക്കേണ്ടതാണ്. അങ്ങനെ ഒരു റീസണബിൾ ക്വാണ്ടിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കത് മിസ്സാവേണ്ട കാര്യമില്ല. കാരണം ഇത് സ്ക്രീനിങ് ടെസ്റ്റും പിന്നെ സ്പെസിഫിക് ടെസ്റ്റുകളും ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷനും ക്വാളിറ്റേറ്റീവ് അനാലിസിസും എല്ലാം നടത്തിയിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ പാഠപുസ്തകത്തിൽ മാത്രമുള്ളതാണോ അതോ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇത് കണ്ടെത്താൻ സാധിക്കുന്നത് തന്നെയാണോ? അത് അവരാണ് പറയേണ്ടത്, ഞാനല്ലല്ലോ. കെമിക്കൽ അനാലിസിസിൽ അവർ പറയേണ്ടതാണത്. അവിടെയാണ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി ഒരുപക്ഷെ മറ്റു സാധ്യതകൾ കൂടി പറയുക. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഈ സെഡേറ്റീവ് കൂടി ഉണ്ടോ എന്നുള്ളത് ഈ പരിശോധനയിൽ പറയേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതില്ല എന്ന് പറയുന്നത് ബ്ലഡ് വെച്ച് തന്നെ അവർ കണ്ടെത്തി എന്നാണ് പറയുന്നത്. പക്ഷേ അതിനൊക്കെയുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ലാബറട്ടറി നല്ല വെൽ എക്യുപ്ഡാണ്. അത് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി ആയാലും ഫോറൻസിക് സയൻസ് ലാബറട്ടറി ആയാലും ഇതിനകത്തെല്ലാം ഈ കോടിക്കണക്കിന് രൂപ വിലയുള്ളതായ എക്യുപ്മെൻറ്റ്സും അത് പരിശോധിക്കാൻ കഴിവുള്ളതായ മിടുക്കന്മാരുമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സംശയത്തിൻ്റെ ഒരു കണിക പോലും വയ്ക്കാതെ ഈ സാധനം അയച്ചു കൊടുത്ത് നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അത് പിന്നെ ഇത് അയച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്നുള്ളതായ രീതിയിൽ നമ്മൾ വളരെ ലൈറ്റായിട്ട് പറയുമ്പോൾ ഇത് ഒരു കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ ജീവനിൽ ശിക്ഷിക്കുന്ന ഒരു ഒഫൻസാണിതേ. ആ ഒഫൻസിൽ നമുക്ക് അത്ര ലൈറ്റായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റുമോ? ഡോക്ടർ രാമൻകുട്ടി, ഈ അമൃത ആശുപത്രിയിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർമാരാണ് ആദ്യം ഈ മീഥൈൽ ആൽക്കഹോളിന്റെ സംശയം പറഞ്ഞത്. അത്തരത്തിൽ അവിടുത്തെ എക്യുപ്മെന്റുകളിൽ പതിഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എന്നാണല്ലോ ആ സംവിധാനത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത്. അവിടെ കണ്ടെത്തിയ കാര്യങ്ങൾ മൂലം ഇങ്ങനെ ഒരു അന്വേഷണം നടത്തി അതിനേക്കാൾ വലിയ രാസ വസ്തു അവിടെ ഉണ്ട് എന്ന് കണ്ടെത്തി. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? അവിടെ ഡോക്ടർമാർ അന്ന് ആദ്യം എന്തായിരിക്കാം സംശയിച്ചിട്ടുണ്ടാകുക? ഡോക്ടർമാര് ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പോയിസണിങ് ഇൻക്ലൂഡിങ് മെത്തനോൾ പോയിസണിങ് സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു ടോക്സിക്കോളജി വിങ് ഉണ്ട്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടോക്സിക്കോളജി വിങ് ഉണ്ട്. അവർക്കത് അനലൈസ് ചെയ്യാനുള്ള സംവിധാനം അവിടെ തന്നെ ഉണ്ട്. അതിൽ കോടതി എത്രമാത്രം അഡ്മിസിബിലിറ്റി കൊടുക്കും എന്നുള്ളത് അറിയില്ല. പക്ഷേ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെമിക്കൽ അനാലിസിന് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വിസ്രയും മറ്റ് സാമ്പിൾസും ഒക്കെ വിടുന്നത്, ഇൻക്ലൂഡിങ് ബ്ലഡ്. അവരുടെ റിപ്പോർട്ടിനെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അതിനേക്കാൾ വലിയ കണ്ടെത്തലാണല്ലോ വന്നിരിക്കുന്നത്. എന്താണത്? അല്ല, അതാണല്ലോ നമ്മൾ കണ്ടെത്തിയ ഈ ക്ലോർപൈറിഫോസ് എന്ന് പറയുന്ന കീടനാശിനിയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതെ. അപ്പൊ ആ നിലയ്ക്ക് ഈ മീഥൈൽ ആൽക്കഹോളിനേക്കാൾ വലിയ ഒരു സ്വാഭാവികമായ മദ്യപാനത്തിലൂടെ മീഥൈൽ ആൽക്കഹോൾ പോയിട്ടുണ്ടെങ്കിൽ അതല്ല, ഇവിടെ ഡെലിബറേറ്റ് ആയി തന്നെ ആരെങ്കിലും വിഷവസ്തു അകത്തേക്ക് എത്തിച്ചിട്ടുണ്ടാകാം എന്ന ഒരു കണ്ടെത്തലിലേക്കാണ് ഇപ്പോ ഒരു ചിന്തയിലേക്കാണല്ലോ പോകേണ്ടി വരുന്നത്. അതെ, അത് ലെറ്റ് ദ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട്. അത് നാച്ചുറൽ ആണോ, ആക്സിഡന്റൽ ആയിട്ട് പറ്റിയതാണോ, സൂയിസൈഡലാണോ, ഹോമിസൈഡലാണോ എന്നുള്ളത് അവരാണ് കണ്ടുപിടിക്കുന്നത്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ദയവായി അങ്ങ് തുടരുക. ഇപ്പോ സാബുമോൻ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്, ടെലിവിഷൻ അവതാരകൻ. സാബുവിനെ പോലും മാധ്യമങ്ങൾക്ക് ഒരുപാട് സാബു ആണോ ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ സാബു ഇല്ല എന്ന് പറയാൻ വേണ്ടിയെങ്കിലും കുറ്റപ്പെടുത്തി പോലും ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നുണ്ട്. എന്താണ് ആത്യന്തികമായി എന്നുള്ള ശരി എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ സാബു പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കാതിരുന്ന ചില കാര്യങ്ങൾ ഒക്കെ മറ്റു പലരും പറയുന്നുണ്ട്. സ്വാഭാവികമാണ്, ഇങ്ങനൊരു കേസ് വരുമ്പോൾ ഇത് സംഭവിക്കുന്നതാണ്, അത് ക്ഷമിക്കുക. പക്ഷേ സാബു, ഈ കലാഭവൻ മണി ഒരു വിഷവസ്തു കീടനാശിനി അകത്ത് ചെന്ന് മരിക്കുന്നു. അതിൻ്റെ തലേ ദിവസം അവിടെ ഉണ്ടായിരുന്ന ആൾ സാബു എന്ന് എല്ലാവരും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. മറ്റു പലരും ഉണ്ട് എന്ന് പറയുമ്പോൾ സാബുവിന് അതിനപ്പുറം ഒന്നും ഇപ്പോഴും പറയേണ്ടതില്ലേ? ഇല്ല, ഞാൻ ഒന്നും ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഞാൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നെ പോലെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അവിടെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു അവിടെ.
ഞാൻ വളരെ ആകസ്മികമായി അവിടെ വന്ന് പെട്ടുപോയ ഒരാളാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ ഖേദിക്കുന്നൊന്നുമില്ല. മണിച്ചേട്ടന്റെ അവസാന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ, അദ്ദേഹമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലും എനിക്ക് വേറെ വിഷമമൊന്നുമില്ല. പക്ഷെ ഈ ജാഫർ ഇടുക്കി നിർബന്ധിച്ചു. എനിക്കും മണിച്ചേട്ടനെ കാണണമെന്നുണ്ടായിരുന്നു കുറെ മുമ്പേ. ഞാൻ അവിടെ ഒരു ഷൂട്ടിങ്ങിന് പോയതായിരുന്നു. അത് കഴിഞ്ഞ് കറക്റ്റ് സമയത്തായിരുന്നെങ്കിൽ ഞാൻ പോയി തീർച്ചയായും സന്തോഷമായിട്ട് കണ്ടു പിരിഞ്ഞേനെ. പക്ഷെ ലേറ്റായി പോയി. എന്നിട്ട് ഞാൻ അവിടെ പോയി കണ്ടു, അവിടുന്ന് പിരിഞ്ഞു. ഇത്തരം ഒരു ദൗർഭാഗ്യകരമായ സംഭവം സംഭവിച്ചു. പക്ഷെ ഇപ്പോ ഈ ചാനൽസിലെല്ലാം സാബു എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും മുന്നിലേക്ക് പറയുന്നത്. പൊതുജനം എന്ത് വിചാരിക്കും? നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങൾ എന്താ കരുതുക? അവര് വിചാരിക്കുന്ന ഇപ്പൊ എന്നെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം, അല്ലെങ്കിൽ ഞാനാണ് പ്രതി എന്നുള്ള തരത്തിലേക്ക് ചാനൽ ചർച്ചകൾ പോകുന്നോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. അങ്ങനെ സാബുവിന്റെ പേര് പറയേണ്ട ഒരു കാര്യവും ഈ ഘട്ടത്തിലില്ല. പക്ഷേ സാബുവിന് പറ്റിയ ഒരു പ്രശ്നം എനിക്കിപ്പോൾ തോന്നുന്നത്, സാബു ഈ മദ്യപാന സംഘത്തോടൊപ്പം മദ്യപിച്ചു എന്നുള്ള അർത്ഥത്തിൽ സാബു ഉണ്ടായിരുന്നു എന്ന് ഇതുവരെയും പറയാൻ സാബുവിന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അത് എന്റെ അഭിമാനം അതല്ല, അത് രണ്ടാമത്തെ വസ്തുതയാണ്. ഞാൻ മദ്യപിക്കുമോ ഇല്ലയോ എന്നുള്ളത് തികച്ചും എന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാനത് ഒരു പബ്ലിക് ഫോറത്തിന് മുന്നിൽ പറയാൻ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ പറയേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് നടന്ന സംഭവങ്ങൾ എന്താണ്, അവിടെ എന്തൊക്കെ സംഭവിച്ചു, ഞാൻ എന്തൊക്കെ ചെയ്തു, എല്ലാം വളരെ വ്യക്തമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ സാബുവിന് വേണ്ടി തന്നെയാണ് ഈ ചർച്ച തുടക്കത്തിൽ ടെലിവിഷൻ അവതാരകർ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്തുണ്ട്. ഈ അവതാരകരെയൊക്കെ ഈ രീതിയിൽ മോശപ്പെടുത്തുന്ന സാമൂഹ്യ മാധ്യമങ്ങളും വാട്സാപ്പും ഒന്നും ഇങ്ങനെ ആളുകൾ ദുരുപയോഗം ചെയ്യരുത് എന്ന് തന്നെയാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നതും. ഇപ്പോഴും ഇവിടെ അന്വേഷണം നടത്തി കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ സാബുവിനെ കുറിച്ച് ഈ ചർച്ചയിൽ പങ്കെടുത്ത ജാഫർ ഇടുക്കി മുൻപും അതല്ലെങ്കിൽ ഇപ്പോൾ ഈ വിനു എന്ന ഒരു വിദേശത്ത് ഉണ്ടായിരുന്ന ആൾ, താങ്കളോടൊപ്പം ചാലക്കുടിയിൽ അന്ന് മണിയെ കാണാൻ പോയ ആളാണ്, ജാഫർ ഇടുക്കിയോടൊപ്പവും താങ്കളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അവരൊക്കെ ഈ പ്രൈവറ്റായ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അവിടെ സ്വകാര്യമായ കാര്യമാണ് എന്ന് പറയുമ്പോൾ പോലും പുറത്തേക്ക് അറിയാതെയെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, സാബു അറിയാതെ തന്നെ. ആ മദ്യപാനം അതിൻ്റെ പ്രൈവറ്റ് കാര്യമാണ്, അത് ഞാൻ പറയുന്നില്ല എന്ന് പറയുമ്പോൾ സാബു മദ്യപിച്ചു എന്ന ഒരു അർത്ഥം അതിനകത്ത് കാണേണ്ടി വരും. അതെ, ഞാൻ പറഞ്ഞില്ലേ അവിടെ മദ്യപാനം നടന്നിരുന്നു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന എന്താണെന്ന് അറിയാമോ? ഒരു ചാനൽ ഇങ്ങനെ ചർച്ചയ്ക്കിടയിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ മദ്യപിച്ച് ബോധരഹിതനായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ സാബു മദ്യപിച്ചോ ഇല്ലയോ എന്നായി മാറി ചർച്ച. അതിനുശേഷം പോയി എന്നെ കൊണ്ടുവിട്ട ഡ്രൈവർ പീറ്ററിന്റെ ഇന്റർവ്യൂ എടുക്കുന്നു. അതിനുശേഷം വലിയ ബോക്സിൽ അടിച്ചു വരികയാണ്, സാബു മദ്യപിച്ചിരുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ മദ്യപിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതാണോ ചർച്ചാ വിഷയം? എന്നുള്ളതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മണിച്ചേട്ടന്റെ മരണം അസ്വാഭാവിക മരണമാണ് എന്ന് ലാബ് റിപ്പോർട്ട്, കെമിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നിങ്ങളുടെ ചാനൽ തന്നെ രാവിലെ ലൈവിൽ ഇരുന്ന് പറഞ്ഞു. ഏത് ശാസ്ത്രീയമായ അന്വേഷണ രീതിയെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. അത് ആദ്യം എന്നെ ചെയ്യണമെന്നുള്ള കാര്യം ഇപ്പോൾ ചാനലുകളിൽ നിറഞ്ഞിരിക്കുന്നത് ഞാനായതുകൊണ്ട് തീർച്ചയായും ആദ്യം എന്നെ തന്നെ ചെയ്യണം. ആ ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ ഒരു സഹായം. എന്തായാലും സാബു മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സാബുവിനോട് ചോദിക്കേണ്ടതില്ലായിരുന്നു. ആ ചോദ്യം വന്നപ്പോൾ ഒരിടത്തും സാബു ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ മദ്യപിച്ചോ എന്ന ചോദ്യം വന്നപ്പോൾ അതൊരു സ്വകാര്യ കാര്യമാണ് എന്ന് പറഞ്ഞ് ഒരു പ്രതിരോധം ഉയർത്തിയതാണ് താങ്കൾക്ക്. തീർച്ചയായും അങ്ങനെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. അതെന്തിനാ ഞാനൊരു പബ്ലിക് ഫോറത്തിൽ എന്തിനിങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം? ഞാൻ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുമ്പാകെ എന്റെ വ്യക്തമായ മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ടെലിവിഷൻ അവതാരകനും ഒരു ടിവിയുടെയൊക്കെ ഭാഗമായതുകൊണ്ട് എന്റെ ഒരു സാമാന്യ മര്യാദ വെച്ച് എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ വിളിച്ചു, ഞാൻ അവിടെ പോയി ഇരുന്നു, നിങ്ങളുടെ ലൈവിലെല്ലാം ഞാൻ വന്നിരിക്കുന്നു. ഇതിന് പിന്നിലുള്ള മാനസിക സംഘർഷത്തിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് വലിയ കുടുംബമൊക്കെ, എനിക്ക് പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അവർ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയിലിരുന്ന് അവരൊട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ പറയണമെന്നുള്ള എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയില്ല.
അതിനർത്ഥം ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാനിതിന് ഒളിച്ചു വെക്കുന്നൊന്നുമില്ല. ഒളിച്ചു വെക്കാൻ ഒരു കാര്യങ്ങളുമില്ല, അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആ ചില പർട്ടിക്കുലർ കാര്യങ്ങൾ എന്തിനാണ് ഞാനത് പബ്ലിക്കായിട്ട് പറഞ്ഞു പറ്റി? എന്താ നിങ്ങളുടെ വാശി? എന്തിനാ അതിലേക്ക് ചർച്ച പോകുന്നത്? കലാഭവൻ മണി ഈ രീതിയിൽ നമ്മെ വിട്ട് പിരിയുമ്പോ ആ കേസ് കൃത്യമായി അന്വേഷിക്കണമെന്ന് സാബുവിനെ പോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ ആരാധകരും ഒക്കെ കൂടുതലും ആഗ്രഹിക്കുന്നു. കാര്യം ഇത്തരം ഒരു ചർച്ച വരുമ്പോഴേക്കും അത് പേഴ്സണലി എന്റെ വ്യക്തിപരമായി എന്റെ നേർക്ക് ഈ ആരോപണങ്ങൾ വരികയാണ്. അപ്പൊ ഇതിനകത്ത് എന്റെ പേരിൽ ഒരു വാട്സപ്പ് മെസ്സേജ് കറങ്ങി നടന്നിരുന്നു. എനിക്കൊരുപാട് സംശയങ്ങളുണ്ട്. ഇവിടെ ഇന്ന് ചാനലിൽ അവരുടെ പലരും ഇരുന്ന് ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ എനിക്കൊരുപാട് ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ചിലതൊന്ന് സാബു ഉന്നയിക്കേണ്ട ഘട്ടം തന്നെയാണിത്. ഇല്ല, ഇപ്പൊ ഞാൻ ഉന്നയിക്കുന്നില്ല. അന്വേഷണം നടക്കട്ടെ. എന്നെ ഇനിയും ഇപ്പൊ പുതിയ ലാബ് റിപ്പോർട്ടൊക്കെ വന്നിരിക്കുകയല്ലേ, എന്നെ ഇനിയും പോലീസുകാർ വിളിക്കട്ടെ, ചോദ്യം ചെയ്യട്ടെ, അന്വേഷണ ഉദ്യോഗസ്ഥർ. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ചോദിക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇവരുടെ കുടുംബാംഗങ്ങളും വേറെ ആളുകൾ ഞങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെ ഒക്കെ ഇന്റർവ്യൂസ് എല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് വരുന്നത്. ശ്രീ സാബു, അതിനകത്ത് ഒരു കാര്യം ഇന്നിപ്പോ RLV രാമകൃഷ്ണൻ അന്യോന്യത്തിൽ കൈരളിയോട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സാബു ഉൾപ്പെടെയുള്ള ആളുകൾ ആണ് ഈ കുറ്റം ചെയ്തത് എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ അവരാണ് ആ ദിവസം അവിടെ ഉണ്ടായിരുന്നത്. മദ്യം കഴിക്കരുത് എന്ന് കലാഭവൻ മണിയുടെ സുഹൃത്തുക്കളോട് അദ്ദേഹത്തെ കഴിപ്പിക്കരുതെന്ന് പറഞ്ഞതാണ്. അത് പലതവണ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. 6 മാസമായി ഇതിന്റെ കാര്യത്തിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതൊന്നും അറിയാതെ അവിടെ എത്തിയ സാബു ഒരുപക്ഷെ ഈ കാര്യത്തിൽ പെട്ടുപോയിട്ടുണ്ടാകാം. അവിടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം സാബു കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ അത് സമൂഹം എങ്ങനെ എടുക്കും എന്നുള്ളത് മനസ്സിലാകാവുന്നതാണ്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാണ്. എന്റെ പ്രായമുള്ള അച്ഛനും അമ്മയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് ചാനലിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ എനിക്ക് മാനസികമായി പ്രയാസമുണ്ട്. തീർച്ചയായും സാബു ഒരു സ്ഥിരം മദ്യപാനിയാണെന്നോ ഒന്നും ഈ ചർച്ചയിലൂടെ വെളിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അന്നത്തെ ദിവസം ഒരു ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഒരു സ്ഥിരം മദ്യപാനിയാണോ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കോമൺ പബ്ലിക് എടുക്കുന്നത് ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതല്ല ചർച്ചാ വിഷയം. അതിൽ നിന്ന് എന്നെ നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ മോചിപ്പിക്കണം. സാബുവിന് ആ മോചനം ഇന്നത്തെ ഈ ചർച്ചയോടുകൂടി കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം സാബു പറഞ്ഞാൽ മതി. ഞാനൊരു സ്ഥിരം മദ്യപാനിയാണോ ഇല്ല എന്നുള്ളതൊന്നും അല്ല ചർച്ച. പക്ഷെ അന്നത്തെ ദിവസം കലാഭവൻ മണി ഈ മദ്യം കഴിച്ചാണോ ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടായതെന്ന് അന്വേഷണം വരും. അവിടെ ആരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണം വരും. സാബു ആ കാര്യത്തിൽ എന്റെ കാഴ്ചയിൽ, എന്റെ അറിവിൽ, എന്റെ കാഴ്ചയിൽ, എന്റെ ശ്രദ്ധയിൽ മണിച്ചേട്ടൻ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അടിവരയിട്ട് വീണ്ടും പറയും. പക്ഷെ സാബുവിനെ സംബന്ധിച്ച് ഇവിടെ വിനു എന്ന ആ സുഹൃത്ത് പറഞ്ഞത് ഇതൊന്നും കാണാനും കേൾക്കാനും പറ്റാവുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല സാബു. അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അതിനകത്ത് ഒന്നും ഇല്ലല്ലോ. കാര്യം ഞാൻ ഓൾറെഡി ബോധമില്ലാതെ അവിടെ എത്തിയ ഒരാളാണല്ലോ. അപ്പൊ അത് സമ്മതിക്കുകയാണോ? അല്ല, ഞാൻ ചോദിക്കണം. അങ്ങനെ ആണെങ്കിൽ അപ്പൊ പിന്നെ നമുക്ക് അതങ്ങ് പറഞ്ഞുകൂടെ? അങ്ങനെ അങ്ങ് തീരുമാനിച്ചോളൂ. ഒരുപാട് കാലമായിട്ട് അടുത്ത് പരിചയമുണ്ട്. സാബുവിനെ കുറിച്ച് വിശ്വാസമാണ്. പക്ഷേ സാബുവിന് പിന്നിൽ വന്ന ഈ വാട്സപ്പ് മെസ്സേജുകളിൽ ഒരു പാറ്റേൺ ഉണ്ടെന്ന് തോന്നി. ബോധപൂർവമായി 2-3 ദിവസങ്ങളിൽ പല കോണുകളിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അത് ആരെയോ ഗാർഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ആരെയും പേര് പറയുന്നില്ല. അതാണ് പോയിന്റ്. ശ്രീ സാബു, അങ്ങനെയാണെങ്കിൽ രഹസ്യങ്ങളുണ്ട്. കാര്യം എന്നിലേക്ക് ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകും എന്നുള്ളതാണ്. അതാണ് അറിയേണ്ടത് സാബു. അപ്പൊ യഥാർത്ഥ കുറ്റവാളികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ സഹായിക്കുന്ന കാര്യം സാബുവിനെ എതിരെ ഇങ്ങനെ കൃത്യമായി ഒരു മെസ്സേജ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്? മീഡിയാസിൽ ചില ഇങ്ങനെ ചർച്ചകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഓക്കെ സാബു പിന്നെ ടേക്ക് ഇറ്റ് ഈസി അവതാരകൻ പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആള് അവൻ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കോമൺ പബ്ലിക്കിന്റെ എല്ലാം ശ്രദ്ധ അങ്ങോട്ട് പോകുന്നു. ഒരു പക്ഷേ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിക്കാം. പക്ഷെ അവസാനം ഇതെല്ലാം ചോദ്യം ചെയ്ത് കഴിയുമ്പം എന്റെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ ആ സമയം എന്ന് പറയുന്നത് കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുക്കാനുള്ള ഒരു സാഹചര്യമാണ്. സാബു, തീർച്ചയായിട്ടും അത് ഉണ്ടാകാതിരിക്കാനാണ്, അത് തടയാൻ വേണ്ടി ഈ ഘട്ടത്തിൽ തന്നെ ആ ചോദ്യം ഉന്നയിക്കുന്നത്. പക്ഷേ സാബു അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചർച്ചകളിലൊക്കെ സാബു ഇല്ലാത്ത ഘട്ടങ്ങളിൽ പലരും വന്ന് പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. സാബു പോലും കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ട് ചില സിനിമ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ
ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു ശ്രുതി ഞാൻ എവിടെയോ കേട്ടു. ആരാ പറഞ്ഞത്? അത് ശരിയാണോ? ആരാ പറഞ്ഞത്? ആ പറഞ്ഞ ആള് തെളിവായിട്ട് വന്ന് ആരാ എന്താന്ന് പറയാൻ പറയും. ഊഹാപോഹങ്ങളിൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി എന്തോ പറയുന്നു. സാബു, മണിയുടെ കാര്യത്തിൽ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് സാബു വിശ്വസിക്കുന്നുണ്ടോ? ചേച്ചി, ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പൊ റിസൾട്ട് വന്നിരിക്കുന്നത് ഒരു കീടനാശിനിയുടെ കണ്ടന്റ് ശരീരത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ അത് സംശയിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാര്യം ഈ അല്ലല്ല, ഇപ്പൊ നേരത്തെ സാബു പറഞ്ഞു യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് സാബു പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തോ ദുരൂഹത ഉണ്ട് എന്നല്ലേ അതിന്റെ ഉണ്ടല്ലോ. കാര്യം എങ്ങനെയാണ് ഒരു കീടനാശിനി പിന്നെ മദ്യത്തിൽ കീടനാശിനി ഉപയോഗിക്കുന്നതായിട്ട് എന്റെ അറിവിലില്ല. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുന്നത് ഈതയിൽ ആൽക്കഹോളാണ്. ശ്രീ സാബു, ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകളൊന്നും ഒരുപക്ഷെ സാബുവിനെ പോലെയോ അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മിയെ പോലെയോ വളരെ ശാസ്ത്രീയമായി മാത്രം ചിന്തിക്കുന്നവരല്ല. അവർക്ക് അവരുടെ കലാഭവൻ മണിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് അറിയേണ്ടത്. ഞാൻ ഈ പറയുന്നത് മദ്യത്തിൽ എവിടെയാണ് കീടനാശിനി? അപ്പൊ അത് ആരാണ് അതിനകത്ത് കലർത്താൻ സാധ്യത? അതെങ്ങനെയാണ് എനിക്കറിയുക? അതെങ്ങനെയാണ് സാബുവിന്റെ പേരിലേക്ക് വളച്ചു തിരിച്ചു വിടുന്നത്? എന്റെ പേരിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് മെസ്സേജിന്റെ പേരിലാണ്. ആരാണ് ഈ വാട്സ്ആപ്പ് മെസ്സേജ് എന്ന് സാബു തന്നെ നേരത്തെ ആ മെസ്സേജ് അയച്ചത്? എന്താണ് കരുതിക്കൂട്ടി എന്ന് ചിലർ അങ്ങനെ ചെയ്തു എന്ന് സാബു തന്നെ പറഞ്ഞ ആ മെസ്സേജ് ആരാണ് കരുതിക്കൂട്ടി അയച്ചത്? അത് അയച്ച ആളിനെ കണ്ടുപിടിക്കണം ആദ്യം. അത് സാബുവിന് അറിയാവുന്ന സാബു പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ അതുമുണ്ടല്ലോ. ഇത് ആരെയും ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഞാൻ പറയല്ല. ആദ്യം ആ വാട്സപ്പ് മെസ്സേജ് അയച്ച ആദ്യമൊന്നല്ല, എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാണ്, അയാളെയും കണ്ടുപിടിക്കണം. അയാളെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോ സാബുവിന് ഇന്നത്തെ കാലം അറിയാം. സാബു ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് അന്വേഷണത്തിന് കൂടുതൽ സാധ്യത ഉണ്ടാകുന്നത്. ഇവിടെ പോലീസുകാർ പോലും കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങുന്നത് മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തലുകൾ വരുന്ന ഘട്ടത്തിലാണ്. ഇപ്പൊ സാബുവിന് ഈ അന്വേഷണത്തെ സഹായിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. അയ്യോ, എന്റെ വെളിപ്പെടുത്താനായിട്ട് ഒന്നുമില്ല. എന്റെ കയ്യിലുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ പിന്നെ ഓൾറെഡി പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ പറഞ്ഞു. അതിനുശേഷം കൈരളിയുടെ നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നു ഞാൻ പറഞ്ഞു. ശരി, അതിനകത്ത് കൂടി കുറച്ചുകൂടി തൃപ്തി വരേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഇപ്പൊ ചോദിക്കുന്നത് സാബുവിനോട്. സാബു അന്നത്തെ ദിവസം ഹോട്ടൽ സിദ്ധാർത്ഥയിൽ നിന്നാണ് ചാലക്കുടി മണിയുടെ വീട്ടിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞത് ശരിയാണോ? അതെ. അവിടെ വച്ചാണോ വിനുവിനെ പരിചയപ്പെട്ടത്? അതെ. ജാഫർ ഇടുക്കിയും വിനുവും സാബുവും കൂടി ഒരുമിച്ച് സോജനും കൂടി ഇതിൽ ചിലരെങ്കിലും ചേർന്ന് പങ്കിട്ടാണോ ബിയർ വാങ്ങിയത്? അല്ല, അതിന്റെ ബില്ല് കൊടുത്തത് എനിക്ക് തോന്നുന്നു വിനു ആണെന്നാണ്. പക്ഷെ അത് ആ 6 കുപ്പി താങ്കൾ കണ്ടിരുന്നു സാബു? ഇല്ല, 6 കുപ്പിയൊന്നും ഞാൻ കണ്ടില്ല. എത്ര കുപ്പി കണ്ടു? ഞാൻ കുപ്പി വാങ്ങിച്ച് വെച്ചതായിട്ട് എനിക്കൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓർമ്മയില്ല. കാര്യം നമ്മളൊരു ഇത്തരം ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ പിന്നീട് വേണ്ടി വരും എന്നൊക്കെ നമ്മളുടെ ഒരു നോർമൽ കോഴ്സ് ഓഫ് ലൈഫിൽ ഒരു കുപ്പിയെങ്കിലും വാങ്ങി വെച്ചോ സാബു? നമ്മൾ ചിന്തിക്കൂ, നമ്മൾ ഒരു ദിവസത്തില് ദൈനംദിന കാര്യങ്ങൾ നാളെ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. കാര്യം ഒരു കുപ്പിയെങ്കിലും സാബു അന്ന് കൈവശം വച്ചിട്ടുണ്ടോ? എന്റെ വണ്ടിക്കകത്ത് ഒരു കുപ്പി പോലും ഇല്ലായിരുന്നു. സാബുവിന്റെ വണ്ടിയിലല്ലല്ലോ പോയത്? എന്റെ വണ്ടിയിലാണ് പോയത്. തിരിച്ചു പോയത് ആരുടെ വണ്ടിയിലാണ്? ഞാൻ എന്റെ വണ്ടി ഓടിച്ചാണ് പാടിയിലേക്ക് പോയത്. ശരി, അവിടെ നിന്ന് തിരിച്ചു പോയപ്പോ 2 കുപ്പി വിനു പറയുന്നത് സാബുവിന്റെ കയ്യിലായിരുന്നു എന്നാണ്. ഇല്ലല്ലോ, അത് ഓർക്കാത്തതായിരിക്കും ചിലപ്പോ. ആ കുപ്പി അല്ല, പീറ്ററും പറഞ്ഞല്ലോ, പീറ്റർ അല്ലേ വണ്ടി ഓടിച്ചിരുന്നത്. പീറ്ററും പറഞ്ഞല്ലോ അതിനകത്ത് കുപ്പിയൊന്നും കണ്ടില്ല. സാബു അപ്പോൾ തന്നെ മദ്യം കഴിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ മദ്യം കഴിച്ചിരുന്നു ഇല്ലേ എന്നുള്ള പോയിന്റ് പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ പറയാം, ഓക്കെ ഞാൻ മദ്യം വെച്ചിരുന്നു, പ്രശ്നം തീർന്നു. തൽക്കാലത്തെ ഒരു ചോദ്യം തീരുകയാണ് സാബു. സാബു പോലും വിചാരിക്കാത്ത അത്രേ ഉള്ളൂ കാര്യം. സാബു അന്നത്തെ ദിവസം ഇതൊരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെന്തോ വാശി പറയുന്ന പോലെയാണ്. അല്ല സാബു, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാബു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊക്കെ ഇവിടെ വന്നിരുന്ന് പറയുന്നതാണ് എന്റെ ചോദ്യം. വളരെ ഗൗരവമായ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കൊലപാതക കേസാണ് അന്വേഷിക്കുന്നത്.
അല്ലെങ്കിൽ ഒരു ദുരൂഹ മരണക്കേസാണ് അന്വേഷിക്കുന്നത്. വിഷാംശം കെമിക്കൽ റിപ്പോർട്ടിൽ കണ്ടെടുത്തിരിക്കുന്നു. നമ്മൾ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇതിന് ഗുണമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ സാബു ഒരു കാര്യമുണ്ട്. സാബു അതിനകത്ത് സാബുവിനെ സഹായിക്കാൻ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. സാബു മദ്യം കഴിച്ചിട്ടില്ല, സാബു അതെങ്ങനെയാണ് ഇതിനകത്ത് വിഷയമാകുന്നത് ചോദിച്ചാൽ അവിടെ നടന്ന കാര്യങ്ങൾ, അവിടെ കലാഭവൻ മണിയുടെ പാരിയിൽ നടന്ന സംഭവങ്ങൾ സാബുവിന് എത്രത്തോളം അറിയാമെന്നുള്ളത് പോലീസ് പോലും വിശ്വസിക്കുന്നത് സാബുവിന്റെ ബോധാവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ടാണ്. സാബു അവിടെ എത്തുമ്പോൾ സാബുവിന് എത്രമാത്രം കാര്യങ്ങൾ അറിയാനുള്ള ബോധമുണ്ട്, സാബു അവിടെ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സാബു തിരിച്ചു പോയപ്പോൾ അവിടെ അവസാനമായി കലാഭവൻ മണി ഏത് സ്റ്റേജിലായിരുന്നു എന്നുള്ളത് സാബുവിന് ബോധപൂർവം പറയാൻ പറ്റുന്നതാണോ? യെസ്, ഓഫ് കോഴ്സ്. വളരെ വളരെ സന്തോഷത്തോടെയും വളരെ ആരോഗ്യവാനുമായിട്ടാണ് കാണപ്പെട്ടത്. അത് പോലീസിന് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ സാബു കഴിച്ച മദ്യത്തിന്റെ അളവ് പോലും അവർ കണ്ടെത്തും. അത് തീർച്ചയായിട്ടും കണ്ടെത്തണമല്ലോ. അല്ല, സാബു പറഞ്ഞു മണി പിന്നെ വളരെ ആരോഗ്യവാനും വളരെ സന്തോഷവാനുമായിരുന്നു, മദ്യപിച്ചിട്ടില്ല എന്ന് സാബു പറയുന്നു. പക്ഷേ ഇവിടെ ഇപ്പോ നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പിന്നെ ഒട്ടും ബോധമില്ലാതെ തീരെ അവശനായ നിലയ്ക്ക് മണിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ മണി പറ്റില്ലെന്ന് പറയുകയും അദ്ദേഹത്തിന് ഒരു സെഡേഷൻ കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മണി മദ്യപിച്ചു എന്നല്ലേ? ഞാൻ 11 മണിയപ്പോ പോയി അവിടുന്ന്. അവിടെ സാബു ഉണ്ടായിരുന്നത്? അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു സാബു പോകുമ്പോ? എന്റെ അറിവിലുള്ളത് സത്യം പറഞ്ഞാൽ എന്നെ മൊഴിയെടുക്കാൻ വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് വിനു കോഴിക്കോടിന്റെ പേരേ മറന്നുപോയിരുന്നു. കാരണം ജാഫർക്ക് അവിടെ വെച്ച് പരിചയപ്പെടുത്തുന്നതാണ്, ജാഫർ ഇടുക്കി. എനിക്കറിയാവുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളുകൾ എന്ന് പറയുന്നത് 1 കലാഭവൻ മണി, 2 ജാഫർ ഇടുക്കി. ബാക്കി അവിടെ നിന്ന് ഒരു മനുഷ്യരെയും എനിക്ക് മുൻ പരിചയമില്ല. സാബു, അതായത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഈ കലാഭവൻ മണിയെ അപായപ്പെടുത്താൻ തക്കവണ്ണമുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ പറയും അത്? കാര്യം ചിലപ്പോൾ മണിച്ചേട്ടനോട് അടുത്ത ആളുകളായിരിക്കാൻ നിൽക്കുന്നത്, എനിക്കറിഞ്ഞുകൂടുന്നല്ലേ ഉള്ളൂ. സാബു, ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി. 3 ദിവസമായിട്ട് മീഡിയ വണ്ണിനെ കോട്ട് ചെയ്തുകൊണ്ട് വാട്സാപ്പിലാണ് മെസ്സേജ് പ്രചരിച്ചത്. ശ്രീ സാബു ആണ് പിന്നിലെന്ന്. ആദ്യമേ അത് കണ്ടപ്പോഴേ ഒരു ഫോട്ടോഷോപ്പ് പോലും മോശമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം മുമ്പ് മീഡിയ വണ്ണിന്റെ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഒറ്റൊരു വാട്സാപ്പ് മെസ്സേജ് വരികയും ചെയ്തു. ഒരു പക്ഷേ ഇതിനെതിരെ സാബു പരാതി കൊടുക്കുമോ? കാര്യം ബോധപൂർവം ഒരാളെ ടാർഗറ്റ് ചെയ്യുകയും ഈ കാര്യം ശ്രീ ലാൽ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. മീഡിയയിൽ നിന്ന് ഇൻപുട്സ് എടുത്താണ് പലപ്പോഴും പോലീസ് പോലും കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. നമ്മൾ പല കേസുകളിലും അത് കണ്ടു. അപ്പൊ ഈ വാട്സാപ്പ് മെസ്സേജുകളെ കുറിച്ച് ഒരു പരാതി കൊടുക്കാൻ തയ്യാറാവും? കാര്യം ഞാൻ പരാതി കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാമോ? അതുമല്ല, ഞാൻ എന്തിനാ ഇതിന് പരാതി കൊടുക്കുന്നത്? ഇപ്പൊ മീഡിയാസ് ഇന്ന് എടുക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് പറയണ, തീർച്ചയായും ആ വാട്സപ്പ് മെസ്സേജിന്റെ ഒറിജിൻ എവിടെയാണെന്ന് കണ്ടെടുക്കണം. കാര്യം അത് ഈ കേസിന് ഉപകാരമായിട്ട് വരും. കാര്യം അങ്ങനെ ഈ അന്വേഷണത്തിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ബോധപൂർവമായ ഒരു ശ്രമമാണ് നടന്നിട്ടുള്ളതെങ്കിൽ അത് കണ്ടുപിടിക്കണമല്ലോ. സാബു അതൊക്കെ കണ്ടെത്തണമെങ്കിൽ സാബു അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുൻപാകെ ഞാൻ മൊഴി കൊടുത്തു. സാബു ഇപ്പോഴും പറയുന്നത് അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. മാധ്യമങ്ങളിൽ അത് പറയുന്നില്ല എന്നാണല്ലോ. ഏതാണ്ട് 3-3.5 മണിക്കൂർ ഞാനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും മറുചോദ്യമായിട്ടിരുന്നു. അതെങ്ങനെയാണ് ഞാനൊരു ഈ വളരെ ചുരുങ്ങിയ സമയത്ത് നടക്കുന്ന ഒരു ചർച്ചയിൽ ഞാൻ പറയുന്നത്. പക്ഷേ സാബു, ഇത്രയും നേരം കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്തുണ്ടായിരുന്ന പലരും പല ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നപ്പോഴും അവരൊന്നും തന്നെ ഞങ്ങൾ ചിലത് പറയില്ല എന്ന് പറഞ്ഞു പോയിട്ടില്ല. ചിലത് പറയില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വേണ്ട, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്റെ ഇൻവോൾവ്മെന്റ് എന്ന് ആരോപിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാമെന്നാ പറഞ്ഞു. തീർച്ചയായിട്ടും. അല്ലെ, ഞാൻ ഒന്നും ഒളിപ്പിച്ചു വെക്കുന്നില്ല. അന്നത്തെ ദിവസം അവിടെ ദുരൂഹമായി എന്തെങ്കിലും കാര്യങ്ങൾ സാബുവിന് പറയാനുണ്ടോ? ഇല്ല, എന്റെ ശ്രദ്ധയിൽ ഒന്നും പെട്ടിട്ടില്ല. പക്ഷെ വിനു പറഞ്ഞ ഒരു കാര്യത്തിന് സാബു അങ്ങനെയാണെങ്കിൽ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. അതായത് ആ ബിയറിന്റെ കാര്യത്തിൽ കലാഭവൻ മണിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം സാബുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി അവിടെ കൂടിയവരെങ്കിലും സാബുവിനെ അറിയിച്ചിട്ടുണ്ട്. എന്തിന്റെ കാര്യത്തിൽ? ബിയർ പുറത്തു നിന്ന് കൊണ്ടുപോയി അവിടെ കഴിക്കാൻ ശ്രമിച്ചതിന്. ഇല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതായത് ബിയർ പുറത്തുനിന്ന് കൊണ്ടുപോയി അവിടെ കഴിച്ചു, പക്ഷെ അത് കലാഭവൻ മണിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല? ഇല്ല, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല.
അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതായിട്ട് എന്റെ ഓർമ്മയിലില്ല. ശ്രീ ലാല, ഒരു കാര്യം പക്ഷേ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം, സാബു പറഞ്ഞു ഒരു പോയിന്റ് വളരെ വാലിഡ് ആണ്. അതായത് ഇന്ന് നമ്മൾ സംശയിക്കുന്നതിൽ നിന്ന് വിഭിന്നരായ ആരെങ്കിലുമാണ് ഈ വാട്സാപ്പ് മെസ്സേജ് പ്രചരിപ്പിച്ചതെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ട്. അതായത് ഡൈവേർട്ട് ചെയ്ത് വിടുക എന്ന ഇന്റൻഷൻ. കാര്യം ആ വാട്സാപ്പ് മെസ്സേജ് വായിച്ചവർക്കറിയാം വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു കഥ തന്നെയുണ്ട്. സാബുവിന്റെ ഒരു സിനിമയുടെ കഥ, മണി അതുമായിട്ടുള്ള പ്രതികാരത്തിന്റെ കഥ. അപ്പോൾ ആരെങ്കിലും അത് സൃഷ്ടിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ക്രിമിനൽ ഇന്റൻഷന്റെ സൂചനകളുണ്ട്. അത്തരം കാര്യങ്ങളും കൂടെ അന്വേഷണ വിധേയമാക്കാൻ ഇല്ലാന്ന് പറഞ്ഞിടത്തൊന്നും അല്ലല്ല, ആ വാട്സ്ആപ്പ് മെസ്സേജ് പ്രചരിപ്പിച്ചതാണെങ്കിൽ, കാര്യം 3 ദിവസമായ വാട്സ്ആപ്പ് മെസ്സേജ് പ്രചരിക്കുന്നു, ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കിയാലേ ഇത് പ്രചരിക്കൂ. അപ്പൊ ഇത് ഉണ്ടാക്കിയ ആളുടെ എന്തായാലും ശ്രീ സാബു, ഒരു ചോദ്യം കൂടി ഞാൻ താങ്കളോട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണ്. കലാഭവൻ മണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ ഇത്തരത്തിലൊരു അന്ത്യത്തിന് കാരണമായതായി കുടുംബവും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരും കരുതുന്നത് അദ്ദേഹത്തിൻ്റെത് മാത്രമായ ഒരു സുഹൃത്ത് വലയമാണ്, അദ്ദേഹത്തിൻ്റെ മാത്രമായ ഒരു ശീലമാണ്. ആ ശീലത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ അപകടം പതിയിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കപ്പെടുക തന്നെ ചെയ്യും. അത് അന്വേഷിക്കേണ്ടതുമാണ്. അവിടെ സാബുവിന് കൃത്യമായിട്ട് ആ അന്വേഷണ സംഘത്തെ സഹായിക്കാൻ കാര്യമായി ഒന്നും പറയാനില്ല എന്നാണോ? ഇല്ല. ശരി, അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എല്ലാ മീഡിയാസിലും പറയുകയും ചെയ്തു. പിന്നെ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ ഒരു അപേക്ഷയാണ്, ദയവ് എന്നെ ഒരു മീഡിയ വിചാരണയ്ക്ക് എല്ലാരും കൂടി ശ്രമിക്കരുത് എന്നുള്ളതാണ് എന്റെ അപേക്ഷ. തീർച്ചയായിട്ടും. താങ്ക് യു. ഒരു ചോദ്യം കൂടി ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരിയോട് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മൈക്ക് അങ്ങ് കയ്യിൽ വെച്ചെങ്കിലും അതിന് മറുപടി പറയണം എന്നാണ്. ശ്രീ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, നമുക്ക് ഈ ചർച്ച അവസാനിക്കുമ്പോൾ ഈ കാര്യത്തിൽ കലാഭവൻ മണി മരണപ്പെട്ടിരിക്കുകയാണ്. അതിനകത്ത് അന്വേഷണവും രാസപരിശോധന റിപ്പോർട്ടുമൊക്കെ ഈ കാര്യത്തിൽ ഈ രീതിയിൽ പുറത്തു വന്നു. ഇനി അന്വേഷണത്തിൻ്റെ രീതി തന്നെ മാറുക തന്നെ ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഈ പറഞ്ഞ കാര്യത്തിൽ കലാഭവൻ മണിക്ക് സ്വാഭാവികമായ ഒരു മരണമല്ല ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു എക്സ്റ്റേണലായ ശക്തി മനുഷ്യൻ്റെ രൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിലോ ഉണ്ടായിട്ടുണ്ട് എന്ന് അങ്ങ് പറയുക തന്നെ ചെയ്യില്ലേ? ഇല്ല, ഞാൻ അല്ലെങ്കിൽ ഒറ്റ വാചകത്തിലാണ് അങ്ങോട്ട് ചോദിച്ചത്. അല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനൊരു സാധ്യത അങ്ങക്ക് അല്ലാത്തൊരു സാധ്യത ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അതായത് ഇതൊരു സ്വാഭാവിക മരണമായിട്ടാണ് ഇപ്പോഴേ എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഞാൻ ഈ മണിയെ കൊല്ലാനായിട്ടുള്ളതായ ഒരു മെൻസ്രിയ ഉള്ള ഒരാളെയും ഞാൻ ഈ ഇപ്പോൾ ചാനലുകളിൽ കിട്ടുന്നതായ വിവരം വെച്ച് നോക്കുമ്പോൾ മണിയെ കൊല്ലുന്നത് കൊണ്ട് കിട്ടാവുന്ന നേട്ടമുള്ളതായ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവിക മരണമായിട്ട് ശ്രീ ശാന്തിവിള ദിനേശ് തുടക്കത്തിൽ പറഞ്ഞതിന് വിരുദ്ധമാണത്. ശ്രീ ശാന്തിവിള ദിനേശ്, ഈ മെൻസ്രിയ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ദുഷ്ട ചിന്തയുള്ള ആളുകൾ മണിയോടൊപ്പം ഇല്ലായിരുന്നു എന്നാണ്. മണിക്ക് അങ്ങനെ അപകടം ഉണ്ടാക്കേണ്ട ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അങ്ങും പറയുന്നു. ഞാൻ പറയില്ല. കാരണം ഇപ്പോൾ അയാളുടെ അനുജൻ പറയുന്നു അവിടുന്ന് ഒരുപാട് കാശ് മുമ്പ് മോഷണം പോയിട്ടുണ്ട്, മരിച്ചതിൻ്റെ അന്ന് രാത്രി അവിടുന്ന് 3 ചാക്ക് എന്തോ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ കൂടെ നിൽക്കുന്ന അസിസ്റ്റന്റുമാരെ 3 പേരുടെ പേര് പറഞ്ഞിട്ട് പറയുന്നു ഇവർ 3 പേരെയും ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറയുന്നു. മൊത്തത്തിലൊരു ദുരൂഹതയുണ്ട്. യെസ്, എന്തായാലും അത് വരും ദിവസങ്ങളിലെങ്കിലും ആ ദുരൂഹത തീരും എന്ന് കരുതാം. പക്ഷെ ആ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിരപരാധികൾ ക്രൂശിക്കപ്പെടരുത് എന്ന് തന്നെയാണ് ന്യൂസ് ആൻഡ് വ്യൂസും ആഗ്രഹിക്കുന്നത്. പക്ഷേ കൃത്യമായി കലാഭവൻ മണിയുടെ ഇത്തരത്തിലുള്ളൊരു ദുരന്തത്തിന് കാരണക്കാരായവർ നിയമത്തിൻ്റെ മുന്നിൽ വരിക തന്നെ വേണം താനും. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി ഭാഗ്യലക്ഷ്മി, ശ്രീ ശാന്തിവിള ദിനേശ്, ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, രാഹുൽ ഈശ്വർ, ശ്രീ വിനു, സാബു, ഡോക്ടർ രാമനുണ്ണി, എല്ലാവർക്കും നന്ദി. ഇടവേളയിലേക്ക്.